The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi everyone, welcome back. Today we are going to learn a new topic, that is combinations. Okay, first topic is combination. Definition of combination. A combination is a selection of some or all of a number of different objects. In a combination, the order of selection of the object is immaterial. Okay, the number of combinations of n things taken r at a time is denoted by NCR. R, the value of r in between 0 and n. 0 less than or equal to r less than or equal to n. അല്ലേ, ഇപ്പം നമ്മൾ ഓൾറെഡി പെർമ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഓക്കെ, സോ കോമ്പിനേഷൻ ഈസ് വാട്ട് ഈസ് എ സെലക്ഷൻ. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഈസ് വാട്ട്. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. കോമ്പിനേഷൻ ഈസ് വാട്ട്, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സെലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിൽ നിന്നും r ഒബ്ജക്റ്റ് നമ്മൾ ടേക്ക് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണോ, ഓർഡർ r അറ്റ് എ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ. ഓക്കെ, ഇനി പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള അനദർ ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓർഡർ ഈസ് ഇമ്മെറ്റീരിയൽ. നോക്കൂ, ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഇമ്മെറ്റീരിയൽ ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിങ്ങിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. എ എന്നുള്ള കുട്ടി ബി എന്നുള്ള കുട്ടിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്താലും ബി എന്നുള്ള കുട്ടി എ എന്നുള്ള കുട്ടിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്താലും അവിടെ എ ബി എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞില്ലേ അല്ലേ. അവർ ഒന്നാണ്. അതായത് എ ബിക്ക് കൊടുത്താലും ബി എക്ക് കൊടുത്താലും എന്താ, ഷേക്ക് ഹാൻഡ് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എ ടു ബി ആണ്, തിരിച്ച് ബി ടു എ ആണെങ്കിൽ അത് രണ്ടും രണ്ടാണ്. ഓക്കെ, സോ ദിസ് വി കൺസിഡർ ആസ് 1, ദാറ്റ് വി കൺസിഡർ ആസ് 2. ഓക്കെ, സോ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സും നമ്പർ ഓഫ് സെലക്ഷനുമാണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷനിൽ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ ഓർഡറിന് പ്രാധാന്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിൽ നിന്നും r അറ്റ് എ ടൈം എടുക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്, ലെറ്റർ കൊണ്ടാണ്, NCR കൊണ്ടാണ് കോമ്പിനേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ എന്താ, ദാറ്റ് ഈസ് NPR അല്ലേ. സോ കോമ്പിനേഷൻ ബി ഡിനോട്ടഡ് ബൈ NCR. ദ വാല്യൂ ഓഫ് r 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ തിയറം. NPR equal to NCR into R factorial. 0 less than or equal to R less than or equal to n. അല്ലേ, അതായത് NPR എന്ന് പറയുന്നത് NCR into R factorial ആയിരിക്കും. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് NCR equal to 1. From this we can write NCR is equal to NPR divided by R factorial. Right? Okay, so we know that what is NPR. So we know that the formula NPR is equal to what? N factorial divided by n minus r factorial. Into എന്തുകൊണ്ട് r factorial അല്ലേ. So from this we can write NCR is equal to n factorial divided by r factorial into n minus r factorial. So NCR combination n different objectൽ r at a time എടുക്കുമ്പോഴുള്ള number of selection ആണ് NCR. So NCR calculate ചെയ്യാനുള്ള formula is n factorial divided by r factorial into n minus r factorial. ഓക്കെ, ഇത് മീൻസ് വാട്ട്, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് NPR ആണ്. അപ്പോൾ ഇതിൽ നിന്നും NCR is equal to what we can write, NPR by r ഫാക്ടോറിയൽ. ഓക്കെ, then NCR is equal to
n factorial divided by r factorial into n minus r factorial. That is the NCR formula. So NC0 means what? That is n factorial divided by 0 factorial into n minus 0 factorial. So which is equal to n factorial by 0 factorial means what? It is 1. N minus 0 factorial is what? N factorial. So n factorial cancel, we will get 1. So NC0 is equal to, we got 1. Same way we have to find out NCN. NCN is equal to 1, n factorial divided by, instead of r, what is here? R, n. So n factorial into n minus n factorial. That means n factorial divided by n factorial into n minus n is equal to what? 0 factorial. So n factorial cancel, 1 by 0 factorial is equal to 1. So NCN is also, we got NCN is also 1. Okay, so NC0 എന്ന് പറയുന്നത് 1 ആണ്. NC0 is equal to 1. NCN is also 1. Okay. Then next, NCN minus R. NCN minus R. NCN minus R means what? We can write n factorial by, instead of R, what is here? Instead of R, n minus R is here. So n minus R factorial into n minus R. n minus r factorial. So which is equal to n factorial divided by n minus r factorial into. So we can open the bracket, means which will come n minus n. Bracket open ചെയ്യുമ്പോൾ n minus n, minus of minus plus r out. So n cancel, that means it will come r factorial. So now it is in the form of n factorial divided by r factorial into n minus r factorial. So n factorial by r factorial into n minus r factorial is equal to what? That is NCR. So we can write which is equal to NCR. That is n minus r is equal to, we got NCR. Okay, next one remark, NCA equal to NCB. That implies A equal to B. But NCA and NCB equal, what is the condition? A equal to B. Or what is the one more condition? A is equal to n minus B. Or we can write n is equal to what? A plus B. But NCA equal to NCB and n is equal to A plus B. From this we can write A is equal to B. Okay, the next one theorem, NCR plus NCR minus 1 is equal to n plus 1 CR. NCR NCR minus 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get n plus 1 CR എന്ന് കിട്ടും. അതും ഈക്വൽ ആയിരിക്കും. Okay, this is the theorem. Next, let's do a problem. First question, if NC9 is equal to NC8, find NC17. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു റിമാർക്ക് പറഞ്ഞു, NCA equal to NCB ആണെങ്കിൽ n is equal to what? NCA equal to NCB ആണെങ്കിൽ we can write n is equal to A plus B. ഇവിടെ അതുപോലെ തന്നെ NCA is equal to NCB. So we can write n is equal to what? n is equal to A plus B. Instead of A, what is here? 9. So 9 plus 8. 9 plus 8 is equal to what? 17. So we have to find out NC17. So NC17 means we can write, instead of n, what we can got, but we got 17. So 17C17. So 17C17 is equal to what? Yes, it is 1. Okay. Next question. A committee of 3 persons is to be constituted from a group of 2 men and 3 women. In how many ways can this be done? First question, in how many ways this can be done? Second question, how many of these committees would consist of 1 man and 2 women? ഇവിടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ സെലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഓർഡർ ഡസ് നോട്ട് മാറ്റർ. ഓർഡർ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്മിറ്റിയിൽ 3 ആൾ വേണം. 3 പേര് ചേർന്നിട്ടാണ് ഒരു കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. ആ ഫോം എന്ന് പറയുമ്പോൾ 3 പേര് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? ഫ്രം എ ഗ്രൂപ്പ് ഓഫ് 2 men and 5 women. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ, അതായത് 2 മെന്നും 3 വുമൺ ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്നും വി ക്യാൻ സെലക്ട് 3 പേഴ്സൺ. അപ്പോൾ ടോട്ടൽ എത്ര പേരിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്?
2 മെന്നും 3 വുമണും ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് അല്ലേ. 3 ടോട്ടൽ അപ്പോൾ എത്ര 5 പേഴ്സൺ ഉണ്ട് ടോട്ടൽ അല്ലേ. ഈ 5 പേഴ്സണിൽ നിന്നും വി ക്യാൻ സെലക്ട് 3. അപ്പോൾ n ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട എത്രയാണ് 6 അറ്റ് എ ടൈം എടുക്കേണ്ട എത്ര 3 പേഴ്സണെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫസ്റ്റ് വൺ നമ്പർ ഓഫ് സെലക്ഷൻ 5 പീപ്പിളിൽ നിന്നും വി ക്യാൻ സെലക്ട് 3 അല്ലേ. 3 പേഴ്സണെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ വി ക്യാൻ ഡിനോട്ട് ദാറ്റ് ആസ് 5C3. Okay, so what is 5C3? So 5C3 means NCR equal to what? N factorial by R factorial into N minus R factorial, right? Okay, അപ്പോൾ 5C3 means what? 5 factorial divided by R. R എന്ന് പറയുമ്പോൾ 3 factorial into N minus R അല്ലേ. N minus R പറയുമ്പോൾ 5 minus 3 factorial. Okay, so which is equal to 5 factorial divided by 3 factorial into 5 minus 3 എന്ന് പറയുമ്പോൾ 2 factorial. Okay, so we can write 5 factorial means we can write in one 3 factorial into 4 into 5. Right? Okay, that's the 3 factorial into 2 factorial means we can write 1 into 2. So 3 factorial cancel. 2 and 4 cancel 2 times. Now we got 2 into 5. 2 into 5 is equal to what? 10. അതായത് ഈ 5 ആളുകളിൽ നിന്നും 2 മെന്നും 3 വിമണുള്ള 5 പേഴ്സൺ ഗ്രൂപ്പ് ഓഫ് പേഴ്സണിൽ നിന്നും നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ നമുക്ക് അവരെ സെലക്ട് ചെയ്യാൻ പറ്റും? 10 ways we have to select 3 person from a group of 5 members. Clear? Okay. Then one more question is also here. How many of these committees would consist of 1 man and 2 women? നമ്മൾ പറഞ്ഞു ഈ 3 പേരെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 3 പേരിൽ ആരൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞെങ്കിൽ ഒരു മാനും 2 വുമണും ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് വൺ ആൻസർ. ഓക്കെ, ഇപ്പോൾ 3 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം. ആ 3 പേര് എന്താ? ഒരു മാനും 2 വുമണും ആയിരിക്കണം. സോ നമുക്ക് എത്ര മെന്നാണുള്ളത്? 2 men ഉണ്ട് അല്ലേ. സോ വി ക്യാൻ സെലക്ട് 1 man. ക്ലിയർ? അപ്പോൾ 2ൽ നിന്നും 1നെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2C1 2 മാനിൽ നിന്നും ഒരു മാനെ സെലക്ട് ചെയ്തു. സെലക്ഷൻ ഈസ് നോട്ട് ഓവർ, സോ വി ക്യാൻ ഹിയർ മൾട്ടിപ്ലൈ. Okay, so 2C1 into, then we can select 2 more person, like 2 person from 2, which person? Woman, like from where? 3 women in there, but total 3 women in them we can select 2 women. Okay, so we can write 3C2. So number of selection is equal to number of selection 1 man and 2 women is equal to 2C1 into 3C2. Okay, so 2C1 means what? 2 factorial by 1 factorial into 2 minus 1 is also 1 factorial, which is equal to 3 factorial divided by n factorial is what? 2 factorial into n minus r factorial. 3 minus 2 factorial is equal to 1. Okay, so 2 factorial is what? 1 into 2 by 1 into 1 into 3 factorial 1 into 2 into 3. 2 factorial is also 1 into 2, 1 factorial 1. അപ്പോൾ ഇവിടുന്ന് 1 into 2 ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, സോ 1 into 2 by 1 പറയുമ്പോൾ 2, 1 into 3 by 1 is equal to 3. So 2 into 3 is equal to 1, 6. അതായത് ഒരു 2 മാനിൽ നിന്നും ഒരു മാനെയും 3 വുമണിൽ നിന്ന് 2 വുമണിനെയും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ടോട്ടൽ സെലക്ഷൻ is equal to 6 ways. 6 ways നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ? ടോട്ടൽ 5 പേരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് 10 രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ എടുത്ത് പറയുകയാണെങ്കിൽ 2 മാനിൽ നിന്ന് ഒരു മെന്നിനെ എടുക്കാൻ പറഞ്ഞു, 3 വുമണിൽ നിന്നും 2 വുമനെ എടുക്കാൻ പറയുമ്പോൾ വി ക്യാൻ സെലക്ട് 6 ways. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്? ഹൗ മെനി ഓഫ് ദീസ് എത്ര ഉണ്ടെന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, 4 cards ആർ ഓഫ് ദ സെയിം സ്യൂട്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം 4 cards നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർഡ്സ് ആണുള്ളത്? 52 cards ഉണ്ട് അല്ലേ. ഈ 52 cardsന്റെ മെനി വേസ് വി ക്യാൻ ചൂസ് 4 cards, റൈറ്റ്? 52 കാർഡ് പല രീതിയിൽ നമുക്ക് 4 കാർഡ് വെച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 52C4 ആയിരിക്കും അല്ലേ. 52 കാർഡ്സ് 4 കാർഡ്സ് എടുക്കുക പറയുമ്പോൾ 52C4 നമുക്ക് സെലക്ട് ചെയ്യാം. സോ 52C4 മീൻസ് വിച്ച് വിൽ കം 52 factorial divided by 4 factorial into 52 minus 4 അല്ലേ. 52 minus 4 means what we can write? Yes, it is 48 factorial. Okay, so we can write 52 means we can write 48 factorial into 49 into 50 into okay, so from this we can cancel 48 factorial and 48 factorial.
The remaining calculation we can do means we will get this way. Okay. ഓക്കെ, അപ്പോൾ ടോട്ടൽ 52 കാർഡ്സിൽ നിന്നും നമുക്ക് 4 കാർഡ്സ് എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? 2,70,725 ways we can select the 4 cards. Okay, total. So what is the first sub question? 4 cards are of the same suit. 4 കാർഡ് നമ്മൾ ചൂസ് ചെയ്യണം. ആ 4 കാർഡും സെയിം ആയിരിക്കണം അല്ലേ? നമുക്കറിയാം ടോട്ടൽ 52 കാർഡ്സിൽ നിന്നും എത്ര സെയിം സ്യൂട്ട്സ് ഉള്ള കാർഡ്സ് ആണത്? ഹേർട്ട് എന്നുള്ള സിമ്പിൾ അല്ലേ? ഇങ്ങനെയുള്ള ഹേർട്ട് എന്നുള്ള സിമ്പിൾ എന്താ? ഒരു 13 ഉണ്ടാവും അല്ലേ? പിന്നെ അതുപോലെ ഇതിങ്ങനെ മരം പോലെ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ? ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ? അങ്ങനെ നമുക്കറിയാം ഈ 4 അതല്ല ഹേർട്ട്, സ്പൈഡ്, പിന്നെന്താ ക്ലബ്ബ് അല്ലേ? അങ്ങനെ 4 രീതിയിലുള്ള ടേംസ് ഉണ്ട്. ഈ 4 എണ്ണവും നമുക്ക് എത്ര എണ്ണം വെച്ചിട്ടുണ്ടാവും? 13 വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് 4 സ്യൂട്ടാണുള്ളത്. ഈ 4 സ്യൂട്ടിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം ചെയ്യണം? 4 കാർഡ്സ് ചൂസ് ചെയ്യണം. അങ്ങനെ ഈ 13 എന്നുള്ളത് 4 ഒരേപോലുള്ള 13 കാർഡ് ഉണ്ട്. അങ്ങനെയാണ് 13 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 52 വരും. അപ്പോൾ ഈ 52-ൽ 13 എണ്ണം ഒരേപോലത്തെ ആ സ്പൈഡ്. ഇപ്പോൾ ഹേർട്ടിൻ്റെ സിമ്പിൾ ആണെങ്കിൽ ആ ഹേർട്ടിൻ്റെ സിമ്പിളുള്ള 13 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയുള്ള സിമ്പിളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സിമ്പിളുള്ള അതുപോലെ ഉണ്ടാവും. പിന്നെ ഇത് ഇങ്ങനെയൊരു സിമ്പിൾ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള 4 സിമ്പിൾസ് നമുക്കുണ്ട്. അപ്പോൾ ഓരോ സിമ്പിൾസിലും 13 കാർഡ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 4 കാർഡ്സ് ആർ ഓഫ് ദ സെയിം സ്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ 4 എവിടെ നിന്നാവാം? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 4 എന്തെന്നാവാം? ഹേർട്ട് എന്നുള്ള സിമ്പിളിൽ നിന്നാവാം. അല്ലെങ്കിൽ എന്താവാം? ഓർ. ഇവിടെ ഓൾറെഡി എല്ലാ സെലക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ചാൻസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 13C4. ഇനി അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് ക്ലബ്ബ് എന്നാവാം, അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് എന്താ സ്പേഡ് എന്നാവാം അല്ലേ? അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്യൂട്ട് എന്നാവും. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര സ്യൂട്ടാണുള്ളത്? ഒരേ കാർഡുള്ള 13 സ്യൂട്ട് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 4 കാർഡ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 13C4 + 13C4 + 13C4 + 13C4 എന്ന് വരും. ഓക്കെ, അതായത് 4 × 13C4. Okay, which is equal to 4 × 13C4 means what? 13 factorial by 4 factorial into 13 minus 4. 13 minus 4 പറയുമ്പോൾ 9 factorial അല്ലേ? So we can write 4 × 13 factorial എങ്ങനെ എഴുതാം? 9 factorial into 10 × 11 × 12 × 13 divided by 9 factorial into 4 factorial 1 × 2 × 3 × 4. 4 factorial we can write like that. So we can 9 factorial cancel. 2 × 3 12-ൽ 6 ടൈംസ് അല്ലേ? അതുപോലെ തന്നെ 4-ൽ 2 ടൈംസ് 3 ടൈംസ് ഇവിടെ 2 വരും. സോ 2 × ഇതിൽ ചെയ്യുമ്പോൾ 5 വരും. ഓക്കെ, സോ ദിസ് ക്യാൻ കാൽക്കുലേറ്റ് മീൻസ് വി വിൽ ഗെറ്റ് 2860 എന്ന് വരും. അതായത് സെയിം സ്യൂട്ടുള്ള 4 കാർഡ്സ് വെച്ച് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 2860 ways we can select. ഓക്കെ, അതിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് 4 കാർഡ്സ് ബിലോങ്ങിങ് ടു 4 ഡിഫറെൻറ്റ് സ്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? 4 കാർഡ്സ് ഓഫ് ദ സെയിം സ്യൂട്ട്. അതുകൊണ്ട് നമ്മൾ ഓരോന്നും പ്ലസ് ഇട്ട് ചെയ്തു അല്ലേ? ഇവിടെ നമുക്ക് 4 കാർഡ് ചൂസ് ചെയ്യണം. 4 ഡിഫറെൻറ്റ് സ്യൂട്ട് എന്നായിരിക്കണം. അതായത് നമുക്ക് ടോട്ടൽ 13 ഡയമണ്ട് ഉണ്ടെങ്കിൽ 13 ഡയമണ്ട് എന്ന് വി ക്യാൻ സെലക്ട് 1 കാർഡ്. ഓക്കെ, ഇനി അനദർ കാർഡ് നമ്മൾ ചൂസ് ചെയ്യണം. അതിപ്പോൾ 13 ഹേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഹേർട്ടിന് നമ്മൾ ഒരു കാർഡ് ചൂസ് ചെയ്യും. അപ്പോൾ എവിടെ എന്ത് വരും? 13. അപ്പോൾ ഒരെണ്ണം അല്ല, നമുക്ക് 4 കാർഡ് ചൂസ് ചെയ്യണം. അവിടെ സെലക്ഷൻ ഈസ് നോട്ട് ഓവർ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് യുവർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഡയമണ്ടിന് നമ്മൾ ഒരു കാർഡ് ചൂസ് ചെയ്തു. പിന്നെ ഹാർട്ടിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്തു. ഇനി ക്ലബ് എന്നുള്ളതിനും ഒരു കാർഡ് ചൂസ് ചെയ്തു. പിന്നെ നമുക്ക് എന്താ ചെയ്യുക? സ്പേഡിനും എന്ത് ചെയ്യുക? ഒരു കാർഡ് ചൂസ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കാർഡ് നമ്മൾ ചൂസ് ചെയ്തു? ടോട്ടൽ 52 വരും. 52 നിന്ന് നമ്മൾ എത്ര എണ്ണം ചൂസ് ചെയ്തു? 4 കാർഡ്സും ചൂസ് ചെയ്തു അല്ലേ? NC1 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? NC1 = N ആണ്. ഓക്കെ, സോ 13C1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും? 13 ആണ്. സോ 13 × 13 × 13 × 13. സോ വി വിൽ ഗെറ്റ് 13⁴. ഓക്കെ, നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആർ ഫേസ് കാർഡ്സ്. സോ ഫേസ് കാർഡ്സ് ആണെങ്കിൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സെലക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഫേസ് കാർഡ്സ് എന്ന് പറയുമ്പോൾ JQK അല്ലേ? ഈ 3 എണ്ണമാണ് നമുക്ക് എന്താണ് ഫേസ് കാർഡ്സ് ഉള്ളത് അല്ലേ? കിങ്, ജോക്കർ, ക്യൂന് അല്ലേ? അപ്പോൾ ഈ 3 എണ്ണം 4 ക്ലബിലുണ്ട്, ഹേർട്ടിലുണ്ട്, സ്പേഡിലുണ്ട്, ഡയമണ്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 ഫേസ് കാർഡ്സ്. ടോട്ടൽ ഫേസ് കാർഡ്സ് എത്ര ഉണ്ട്? 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ആ 12 ഫേസ് കാർഡ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ട എത്ര കാർഡ്സ് ആണ്?
4 cards selected. So we can find out 12C4. Okay. So 12C4 means what? 12 factorial divided by 4 factorial into 12 minus 4, 8 factorial. Okay. 12 factorial by 4 factorial into 8 factorial. So we can calculate, means we will get, that is 495. Okay. Okay. So fourth sub question. Two cards are red and 2 are black cards. Like, നമുക്ക് total 52 cards. We know that total 52 cards red card എത്ര ഉണ്ടാവും? അല്ലേ? യെസ്, ഇറ്റ് ഈസ് 26 റെഡ് കാർഡും ഉണ്ടാവും, 26 ബ്ലാക്ക് കാർഡും ഉണ്ടാവും അല്ലേ? അപ്പോൾ ടോട്ടൽ 52 കാർഡ്സിൽ 26 റെഡ് കാർഡും ഉണ്ടാവും, 26 എന്തുണ്ടാവും? ബ്ലാക്ക് കാർഡും ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടുത്തെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സെലക്ട് ചെയ്യാനാണ്? 2 cards ഫ്രം റെഡ് ആൻഡ് 2 cards ബ്ലാക്ക് ആണ്. അപ്പോൾ 26 റെഡ് കാർഡിൽ നിന്നുമാണ് നമുക്ക് 2 കാർഡ് ചൂസ് ചെയ്യേണ്ടത്. ടോട്ടൽ 4 കാർഡ് എടുക്കണമല്ലോ. ദെൻ ബാലൻസ് റിമൈനിങ് കാർഡ്സ് വി ക്യാൻ സെലക്ട് ഫ്രം black. അപ്പോൾ ഇവിടെ selection not over, so we can here multiply. Okay, then 26C2. Okay, so 26C2 means what? 26 factorial divided by 2 factorial into 24 factorial into 26 factorial divided by 2 factorial into 24 factorial. So we can multiply, means we will get. Okay, so next question. Next sub question. Okay, cards are of the same color. അപ്പോൾ നമ്മൾ റെഡ് കളറാണ് ചൂസ് ചെയ്യുമെങ്കിൽ 4 കാർഡും റെഡിലാവണം. ഓർ വി ക്യാൻ സെലക്ട് ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ എന്താ? ദാറ്റ് 4 cards ഫ്രം ബ്ലാക്ക് അല്ലേ? അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് 26 റെഡ് കാർഡിൽ നിന്ന് 4 കാർഡ് ചൂസ് ചെയ്യാം. ഓർ വന്നു അല്ലേ? നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തു. അല്ലെങ്കിൽ ബ്ലാക്ക് കാർഡിൽ നിന്നും ചൂസ് ചെയ്യാനുള്ള ചാൻസസ് ഈസ് ദർ നോ. സോ ഓർ വരികയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഹിയർ പ്ലസ്. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ 26C4 റെഡ് ചൂസ് ചെയ്യാം, ഓർ വി ക്യാൻ സെലക്ട് 26C4 ബ്ലാക്ക് ഓൾസോ. Okay, so 26C4 means it will come 26 factorial by 4 factorial into 22 factorial. 22 factorial plus here also 26 factorial divided by 24 factorial into 22 factorial. Okay, so which is equal to, we can calculate, means we will get 2. This is the answer we'll get. Okay, next question. Determine n if 2nC3 is to nC3 which is equal to 12 is to 1. Like A is to B equal to C is to D, means we can write A by B equal to C by D. Like അതായത് 2nC3 by nC3 which is equal to 12 by 1 എന്നുള്ള ഫോർമുല ആണ്. So we know that. Okay, next question. Determine n if 2nC3 is to nC2 which is equal to 12 is to 1. So 2nC3 means we can write 2n into 2n minus 1 into 2n minus 2 by 1 into 2 into 3. Okay, divided by nC2 means we can write n into n minus 1 by 1 into 2. Okay, so which is equal to 12 by 1. Okay, so 2 into 2 4, 4 into 2n പറയുമ്പോൾ 8n minus 2 into 2 4 minus 1 പറയുമ്പോൾ 4 divided by 3 equal to 12. Okay, so 8n minus 4 is equal to 12 into 3 36. So 8n equal to 40. So n is equal to 40 by 8, it is equal to 5. So we will get the value of n is equal to 5. Okay, let's wind up today's session. With this, the 7th chapter gets over. Do the exercise 7.4 as homework. See you in the next class. Bye.